നീ തനിച്ചല്ലേ പേടിയാകൂലേ കൂട്ടിരുന്നാലും വന്നോട്ടേ. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ മണിച്ചേട്ടന് ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ എൻ്റെ മോനിപ്പോൾ കാഴ്ച കിട്ടിയാണ്. കാരണം മൂന്നാമത്തെ കുട്ടിക്ക് 2 കണ്ണിന് കാഴ്ചയില്ല, നടക്കുകയില്ല, സംസാരിക്കില്ല. കാരണം ഇതുവരെയായിട്ടും മണിച്ചേട്ടൻ്റെ വീട്ടിലോ സ്വന്തക്കാരോടോ പോലും ഒരു സഹായം ഞാൻ ചോദിച്ചിട്ടില്ല. ജീവിച്ചിരുന്നപ്പോൾ മണിച്ചേട്ടനെ പല പ്രാവശ്യം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം മരിച്ചതിന് ശേഷം ആ സ്മാരക കുടീരത്തിൽ ഒന്ന് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാനും നമ്മുടെ സുഹൃത്ത് സജീർ മുഹമ്മയും കൂടി ചേർന്ന് മണിച്ചേട്ടൻ്റെ ആ സ്മാരകം വരെ ഒന്ന് പോകാമെന്ന് തീരുമാനിച്ചു. മണിച്ചേട്ടൻ ഓടി നടന്ന ആ വഴിയിലൂടെ ഞങ്ങളും യാത്ര പോവുകയാണ്. ഞങ്ങൾ ആദ്യം ചെന്നത് മണിച്ചേട്ടൻ അച്ഛന് വേണ്ടി പണിത ആ സ്മാരക മന്ദിരത്തിൽ തന്നെയാണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്മാരകവും ഉള്ളത്. ത്രിപുരം ട്രാവലറിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നു നിൽക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ, നമ്മളിൽ നിന്നും അകാലത്തിൽ പൊഴിഞ്ഞ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ആ സ്മാരകത്തിൻ്റെയും അദ്ദേഹം പണി കഴിപ്പിച്ചു കൊടുത്ത ഒരു വായനശാലയുടെയും മണിക്കൂടാരം എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെയൊക്കെ കീഴിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കാണാം മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉള്ളപ്പോൾ പണി കഴിപ്പിച്ച ഒരു ചെറിയ ഒരു പ്രതിമ എന്ന് പറയാൻ പറ്റില്ല, ഫോട്ടോയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ഇതും നമുക്കിവിടെ കാണാം. പക്ഷേ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മണിച്ചേട്ടൻ്റെ ആ ഒരു ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും എല്ലാം നമുക്കിവിടെ നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ കൺമുന്നിലൂടെ ഓടിമറയുന്ന ഒരു ഫീല് നമുക്കിവിടെ ശരിക്കും ലഭിക്കുന്നുണ്ട്. ഇവിടെ ഡെയിലി നിരവധി ആളുകളാണ് ഇവിടെ ഡെയിലി വന്നു പോകുന്നതെന്നാണ് സമീപവാസികൾ പറയുന്നത്, ഞങ്ങളിപ്പോൾ നേരിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു സ്ഥാപനമാണിത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്മാരകം ഇവിടെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇവിടെ വരേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമുക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം. അതേപോലെ തന്നെ ഇവിടെ ഒരു പഴയ ഒരു കുതിരവണ്ടിയുടെ ഒരു നല്ലൊരു കുതിരവണ്ടിയുടെ കുതിര മാത്രമേ ഇല്ല, കാള മാത്രമേ ഇല്ലാതെ ഉള്ളൂ, ബാക്കിയുള്ള ആ റിക്ഷയൊക്കെ ഇവിടെയുണ്ട്. ഇനി ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ചരിത്രം നമുക്കറിയില്ല. അത് മണിച്ചേട്ടൻ്റെ ഒരു കൂട്ടുകാരന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം വരുമ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തിരക്കാം. ചാലക്കുടിക്കാരൻ ചങ്ങാതി അദ്ദേഹത്തിൻ്റെ സിനിമയുടെ അദ്ദേഹം മരിച്ചതിന് ശേഷം വിനയൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേരും ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ സിനിമാ ലോകത്ത് ആരാധകർ എല്ലാം അറിയപ്പെടുന്നത് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് തന്നെയാണ്. അദ്ദേഹത്തെ വാനോളം ആൾക്കാർ പുകഴ്ത്തുന്നതും ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് തന്നെയാണ്. ഈ പേര് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ചാലക്കുടിയിൽ ജനിച്ചു വളർന്ന ചാലക്കുടിയുടെ സ്വന്തം മണി. ആദ്യം അദ്ദേഹം പിച്ച വെച്ച് തുടങ്ങിയ അദ്ദേഹത്തിന്റെ വാഹനമാണ് അതിന്റെ പേരും ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നാണ്. 100 അദ്ദേഹത്തിന്റെ നമ്പർ. എല്ലാ വണ്ടിയുടെയും നമ്പറുകളും 100 തന്നെയാണ്. അദ്ദേഹം ഏതൊക്കെ വണ്ടി എടുത്തിട്ടുണ്ടോ അതെല്ലാത്തിന്റെയും നമ്പരും 100 തന്നെയാണ്. ആ 100 എന്ന് പറയുന്ന നമ്പറിന് അദ്ദേഹം മുമ്പ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതായത് അദ്ദേഹം പഠിക്കുന്ന സമയത്ത് എല്ലാ വിഷയവും കൂടി കൂട്ടിയാലും 12 വിഷയം ഉണ്ട്, അതെല്ലാം കൂടി കൂട്ടിയാൽ പോലും 100 മാർക്ക് അദ്ദേഹത്തിന് തികഞ്ഞു കിട്ടിയിട്ടില്ല. അന്ന് തൊട്ടുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് 100ാം നമ്പർ എന്നുള്ളത്. ആ 100 തന്നെയാണ്
അദ്ദേഹത്തിൻ്റെ എല്ലാ വാഹനങ്ങളുടെയും നമ്പർ, അതുപോലെ തന്നെ ഈ ഓട്ടോയ്ക്കും ഇട്ടിരിക്കുന്നത് 100 എന്ന് പറയുന്ന നമ്പറാണ്, ബെൻ 100. ഈ ബെൻ 100 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരവനിലൊക്കെ നമ്മൾ ഈ ഒരു പേര് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മണിച്ചേട്ടൻ്റെ പ്രതിമ അനാച്ഛാദനം വെച്ചിരിക്കുകയാണ് ഇവിടെ, ജനങ്ങൾ വരുന്നത് കാണുന്നതിന് വേണ്ടിയിട്ട്. ശരിക്കും ഇവിടെ ഡെയിലി പുഷ്പാർച്ചനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 6-ാം തീയതി, അതായത് മാർച്ച് 6-നാണ് അദ്ദേഹത്തിൻ്റെ ചരമ വാർഷികം. അപ്പം അത് ഇവിടെ വലിയ രീതിയിലൊക്കെ തന്നെ, അതായത് ആഘോഷത്തോടെയല്ല, അതൊരു ആചരണ രീതിയിൽ തന്നെ ഇവിടെ ഒരു ആചരിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനൊക്കെ പറഞ്ഞത്. പാട്ടും മേളവും ഒക്കെ ആയിട്ട് സംഗീതത്തെ ഏറ്റവും കൂടുതൽ പ്രണയിച്ച ഒരാളായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. സംഗീതം പഠിക്കാതെ സംഗീത ലോകത്തിന് കുറേ സംഭാവനകൾ നൽകിയ ആളായിരുന്നു മണിച്ചേട്ടൻ. അപ്പം സംഗീതം അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഒരു സംഗീതാർച്ചനയും ഒക്കെ അന്ന് നടത്തുന്നുണ്ടെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ നമ്മളിപ്പോൾ കണ്ടപ്പോൾ അദ്ദേഹം തകിലൊക്കെ എടുക്കാൻ പോയിരിക്കുകയാണ്. മണിച്ചേട്ടന് വേണ്ടിയിട്ട് 2 പാട്ട് അദ്ദേഹത്തിന് പാടണമെന്നുള്ള നിർബന്ധത്തോടുകൂടി. അപ്പോൾ എന്തായാലും ഈ വന്നത്തെ വരവ് വെറുതെ ആയിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ മണിച്ചേട്ടൻ്റെ ഓർമ്മകളെല്ലാം ഇവിടെ അലയടിക്കുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ മണിച്ചേട്ടന്റെ ഒരു അടുത്ത ആരാധകരും ഒപ്പം അദ്ദേഹത്തിന്റെ നാട്ടുകാരനുമായ ചേട്ടനാണ് നമ്മളിപ്പോ പരിചയപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ മണിച്ചേട്ടന്റെ കുറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും, അതായത് ഈ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ഒരു സഹായിയായിരുന്നു. പക്ഷേ നമ്മളെ വിട്ടുപോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ആളിവിടെ ഉണ്ട്, ഇവിടെ എവിടെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് കൂടുതൽ. കാരണം ഞാനിപ്പോൾ ഇന്നലെ ഇവിടെ വന്നിട്ട് പോകുന്നതാണ് മണിച്ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ നല്ല ഓർമ്മയ്ക്കായിട്ട്. അതായത് എല്ലാവർക്കും എന്ത് ചോദിച്ചാലും കയ്യിലുള്ളത് എടുത്തു കൊടുക്കുന്നത് നല്ലൊരു മനുഷ്യരായിരുന്നു. സിനിമാ നടന്മാരിൽ ഏറ്റവും ഒരു പാവങ്ങളെ തിരിച്ചറിയുകയും സഹായിക്കുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു. കാരണം ഒരിക്കലും ഞാൻ മറക്കുകയില്ല. കാരണം നഷ്ടപ്പെട്ടത് അത് തീരാ ഒരു ദുഃഖമായിട്ടാണ് തോന്നുന്നില്ല. ഈ കേരളത്തിൽ തന്നെ മൊത്തത്തിൽ തന്നെ ഒരു കുറവ് വന്നിട്ടുണ്ട്. കാരണം അത്രയും നല്ല ഒരു ഹൃദയമുള്ള ഒരു മനസ്സുള്ള ഒരാളായിരുന്നു. കാരണം ആരെന്ത് ചോദിച്ചാലും കയ്യിലുള്ള കാശ് 1000 2000 എന്നേ പോലുമില്ല, അതുപോലെ പകുതി നിർത്തി കൊടുത്തൊരു സഹായം. അതുപോലെ തന്നെ രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാൽ തന്നെ ആളുടെ വീട്ടിൽ ഒരു 10-25 പേര് ക്യൂ നിൽക്കുന്നുണ്ട് ഒരു സഹായം ചോദിച്ചു ഡെയിലി. പക്ഷെ എന്നിട്ട് പോലും ആ മനുഷ്യൻ ഒരാളോട് പോലും തരില്ല എന്ന് മാത്രം പറഞ്ഞിട്ടില്ല. കാരണം സിനിമാ നടന്മാരിൽ ഇത്രയും നല്ല ഒരു ഹൃദയമുള്ള ഒരു കലാകാരൻ, ഒരു നടൻ ഇനി ഈ കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ഇങ്ങനെ നടൻ ഇനി വരികയില്ല. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ മണിച്ചേട്ടന് ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ എൻ്റെ മോനിപ്പോൾ കാഴ്ച കിട്ടിയേനെ. കാരണം 3ാമത്തെ കുട്ടിക്ക് 2 കണ്ണിന് കാഴ്ചയില്ല, നടക്കുകയില്ല, സംസാരിക്കില്ല. കാരണം ഇതുവരെയായിട്ടും മണിച്ചേട്ടൻ്റെ വീട്ടിലോ സ്വന്തക്കാരോടോ പോലും ഒരു സഹായം ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം മണിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മണിച്ചേട്ടൻ ആ സ്നേഹം മാത്രം മതി. അപ്പൊ ഈ കാളവണ്ടിയുടെ രഹസ്യം അതല്ലെങ്കിൽ ഇതെന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന്റെ കാരണം നമ്മൾ ഒരു ബിനുചേട്ടൻ വരുമ്പോൾ നമ്മൾ പറയാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബിനുചേട്ടൻ വന്നു. അപ്പോൾ നമ്മൾ അതായത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന കാളവണ്ടി പക്ഷെ നല്ല പുതിയ പോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. കാള മാത്രമേ ഇല്ലാതെ ഉള്ളൂ, ബാക്കി എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അച്ഛന്റെ ആ ഒരു സ്മരണയ്ക്ക് മുന്നിൽ ഇതിവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അച്ഛൻ ഉപയോഗിച്ചൊരു കാളവണ്ടിയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് മണിച്ചേട്ടൻ അന്തിയുറങ്ങുന്ന ആ മണ്ണിലേക്കാണ്, മണിച്ചേട്ടൻ്റെ ആ മണിക്കൂടാരത്തിലേക്ക്. ഞങ്ങൾ അതിൻ്റെ മുന്നിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ ആരും തന്നെ ഇല്ല. അവിടെയാണ് നമ്മുടെ മണിച്ചേട്ടൻ, പ്രിയപ്പെട്ട മണിച്ചേട്ടൻ അന്തിയുറങ്ങുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ മണിച്ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട ബുള്ളറ്റും കാണാം. മണിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോഴാണ് നമ്മൾ ഈ വീട്ടിൽ വന്നിരുന്നെങ്കിലോ ഓർത്തുപോവുകയാണ്. ഈ വീട്ടിൽ വന്നു നിൽക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സിലൊരു വിങ്ങലോട് കൂടിയേ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം മണിച്ചേട്ടൻ
എപ്പോഴും നിൽക്കുന്ന, മണിച്ചേട്ടൻ അന്തി ഉറങ്ങുന്ന ആ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. മണിച്ചേട്ടൻ്റെ സ്വന്തം മണിക്കൂടാരത്തിൽ. ഇതിൻ്റെ അകത്ത് ഒരു സ്കൂട്ടിയും നമുക്ക് കാണാം. അതിൻ്റെയൊക്കെ നമ്പർ 100 തന്നെയാണ്. മണിച്ചേട്ടൻ കാലൊക്കെ നീട്ടി ഇരിക്കുന്ന സ്ഥലം, മണിച്ചേട്ടൻ്റെ വാഹനം കിടക്കുന്ന ആ സ്ഥലം. ഇവിടുന്ന് ഞങ്ങൾ നേരെ പാടിയിലേക്കാണ് പോകുന്നത്, മണിച്ചേട്ടൻ്റെ സ്വന്തം പാടിയിലേക്ക്. ഈ മുമ്പേ പോകുന്ന ബിനിച്ചേട്ടനെ കുറിച്ചുള്ള നല്ലൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാകുന്നതാണ് കേട്ടോ. ബിനിച്ചേട്ടനെയൊക്കെ പോലെ കട്ടാര ഒരു ആരാധനാണ് ഇത്. രവിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു ഓട്ടോക്കാരനാണ്. അതായത് മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ അയവിറക്കി ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കാണാനായിട്ട്, അദ്ദേഹത്തെ അല്ല, അദ്ദേഹത്തിൻ്റെ സ്മാരകമോ അല്ലെങ്കിൽ വീടോ പാടിയോ ഒക്കെ കാണാനായിട്ട് വരുന്നവരെ സൗജന്യമായിട്ട് കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. മണിച്ചേട്ടനായിട്ട് വടയൊക്കെ വാങ്ങിച്ച് കഴിക്കും നിങ്ങൾ എടുക്കുന്നു അല്ലേ? അതായത് ഇവിടെ പേരെന്താണ്? വിജയ് ആണ്. വിജയ് എന്നാണ് പേര്. തമിഴ്നാട് സ്വദേശിയാണ്. പക്ഷെ 10-20 വർഷമായിട്ട് ഇവിടെ വടയും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആളാണ്. അപ്പം മണിച്ചേട്ടൻ്റെ പാടിയുടെ തൊട്ട് പറ്റേ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. മണിച്ചേട്ടൻ സ്ഥിരമായി വന്ന് വടയൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം കണ്ടപ്പം അത് പറഞ്ഞതേ ഉള്ളൂ. മണിച്ചേട്ടൻ്റെ ആ ഓർമ്മകൾ ഇതേപോലെ ഈ നാട്ടിലുള്ള ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും. അതുപോലെ വിജയും പറഞ്ഞതേ ഉള്ളൂ മണിച്ചേട്ടനുമായിട്ടുള്ള ആ ഒരു ബന്ധം. അതായത് ഇത് വിജയ് അന്യനൊന്നുമല്ല, മണിച്ചേട്ടൻ്റെ ഒരു വാടകക്കാരൻ തന്നെയാണ്. കാരണം മണിച്ചേട്ടൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണിത്, അതിൻ്റെ സ്വന്തം വീടാണ്. ഈ വീട് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഈ കച്ചവടക്കാരനാണ്. ഇതാണ് പാടി എന്ന് പറയുന്നത്. പാടി എന്ന് പറയുന്നത് ശരിക്കും അപ്പുറമല്ലേ? പാടി എന്ന് പറയുന്നത് തൊട്ട് പറ്റയാണ്. ഇതെല്ലാം ഒരൊറ്റ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. മണിച്ചേട്ടൻ പറയാറുള്ള മണിച്ചേട്ടൻ്റെ സ്വന്തം പാടി എന്ന് നമ്മൾ എവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ആ പാടി എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് ഈ കാണുന്നത്. മൊത്തം നാശമായി. മണിച്ചേട്ടൻ്റെ മരണത്തോടൊപ്പം ഈ പാടിയും അതേപോലെ തന്നെ അസ്തമിച്ചു പോയ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തൊട്ടുപുറയിൽ ചാലക്കുടി പുഴയും അതുപോലുള്ള അതിൻ്റെ അന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചൊരു ഒരു മുറിയായിരുന്നു. പക്ഷെ അത് നാമാവശേഷമായിരിക്കുകയാണ്. ബിനിച്ചേൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചു. അദ്ദേഹം ലോട്ടറി വിൽപ്പനയാണ് അദ്ദേഹത്തിന് പണി. പക്ഷേ ഈ പറഞ്ഞ പോലെ മണിച്ചേട്ടനെ ആരൊക്കെ മറന്നാലും മരിക്കുവോളം പുള്ളി മറക്കില്ല എന്ന് പറയുന്ന നടക്കുന്ന ഒരാളാണ്. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, യാദൃച്ഛ്യമായിട്ട് വെറുതെ ഒന്ന് ചോദിച്ചതാണ്, എന്തിനാണ് ഈ ലോട്ടറി തൊഴിലാളിയാണ്, പിന്നെ എന്തിനാണ് ഈ കാക്കി ഇടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പം അതും മണിച്ചേട്ടനുള്ള ആരാധന കൊണ്ട് ഇട്ട് നടക്കുന്നതാണ്. കാക്കിയാണ് ഇങ്ങേരുടെ വേഷം. ഇപ്പോൾ സ്കൂട്ടറിൽ ലോട്ടറി കച്ചവടമാണെങ്കിലും മണിച്ചേട്ടൻ പണ്ട് ഓട്ടോയിൽ ഇട്ടുണ്ട് നടന്നതല്ലേ കാക്കി, ആ കാക്കിയാണ് ഇദ്ദേഹം ഇട്ട് നടക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് പറയാനാണ്? ഇതിൽ കുള്ളിനെ ഒന്നും പറയാനില്ല. ചേട്ടൻ്റെ അടുത്തൊന്നും ഒന്നും ചോദിക്കാനുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രക്ക് അങ്ങോട്ട് കിടക്കുവാണ്, മരിച്ചു കിടക്കുകയാണ് മണിച്ചേട്ടന് വേണ്ടിയിട്ട്. മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഒരു വാട്സാപ്പ് ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്.
അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് ക്രിയേറ്ററും ഗ്രൂപ്പ് കോർഡിനേറ്ററൊക്കെയാണ്. അവർ 5ാം വർഷമാണ്, 5ാമത്തെ വർഷത്തേക്കാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് 6-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം. അപ്പോൾ ആ ചരമവാർഷികം അവരിവിടെ വലിയ രീതിയിൽ അതൊരു ആചരിക്കുന്നുണ്ട്. അപ്പം നാടൻ പാട്ടിൻ്റെ ചക്രവർത്തിക്ക് പാടിയിലെ മണിനാഥൻ, അതായത് ഈ പാടിയിൽ വെച്ച് ഇവിടെ വലിയൊരു പ്രോഗ്രാമൊക്കെ അന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇത് കാണുന്നവർ ആ ദിവസം വരാൻ പറ്റുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരാം. ഒത്തിരി പേര് മിക്കവാറും അന്ന് വരാൻ സാധ്യതയുണ്ട്. മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന മണിച്ചേട്ടൻ്റെ ആരാധകരൊക്കെ അന്നത്തെ ആ ഒരു ദിവസം മാർച്ച് 6 എന്ന് പറയുന്ന ദിവസം, മാർച്ച് 6 തന്നെയല്ലേ, മാർച്ച് 6-ാം തീയതി ഇങ്ങോട്ട് മിക്കവാറും കുത്തി ഒഴുകാൻ സാധ്യതയുണ്ട്. പറ്റുമെങ്കിൽ നമുക്കും ഒന്നുകൂടിയൊക്കെ വരേണ്ടി വരും. ഇവിടെ ബിനിച്ചേട്ടനെ പോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ട് മിക്കവാറും നമ്മളും ഒക്കെ ചിലപ്പോൾ അന്ന് ഇവിടെ എത്തിയേക്കാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ എല്ലാ ഈ കംഫർട്ട് സ്റ്റേഷനിലും കക്കൂസിലൊക്കെ എഴുതി വെക്കണ പോലെ കുറേ മൊണ്ണകൾ ഇവിടെയും പേരും നമ്പരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പറയുന്ന ഈ ഒരു സ്ഥലത്തും. ഇത് നമ്മുടെ പാടിയിൽ തന്നെ ബന്ധപ്പെടുന്നതാണിതും. ഇത് മണിച്ചേട്ടൻ, കാരണം ഇവിടെ ചെറിയ TV-യും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ശരിക്കും പുറകില് ചാലക്കുടി പുഴയും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ പറഞ്ഞ പോലെ ജാതി തൈകളും ജാതിത്തോട്ടവും അതുപോലുള്ള നല്ല മരങ്ങളും തണലും നല്ല ഇളം കാറ്റും ഒക്കെ ആയിട്ട് എന്തായാലും മണിച്ചേട്ടൻ തിരഞ്ഞെടുത്ത സ്ഥലം എന്തായാലും നല്ല ഒന്നാന്തര സ്ഥലം തന്നെയാണ്. പഴയ TV ഒക്കെ ഇവിടെ ഉണ്ട്. പഴയ കൊച്ചു TV, ബാഗുകളൊക്കെ കുറെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ഈ ഒരു നമ്മൾ മണിക്കൂടാരത്തിൽ നിന്നും തുടങ്ങി അതേപോലെ മണിച്ചേട്ടൻ്റെ ആ ഒരു ഒഴിവ് സമയങ്ങൾ അദ്ദേഹം ആനന്ദമാക്കിയ ആ ഒരു പാടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പാടി എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല. എല്ലാം അദ്ദേഹത്തിൻ്റെ മരണത്തോടൊപ്പം തന്നെ നാമാവശേഷമായ ഒരവസ്ഥയാണ് കാണുന്നത്. എങ്കിലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പറയാതിരിക്കാൻ വയ്യ. കാര്യം മണിച്ചേട്ടൻ എന്തുകൊണ്ടും ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്തതിന് കാരണം അത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇവിടെ നിങ്ങൾക്ക് ഈ ഇത് വീഡിയോ കാണുന്നവർക്കും മനസ്സിലാവും ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം. ഇതേപോലെ പ്ലാവും അതേപോലെ ജാതിയും അങ്ങനെയുള്ള പല പല വൃക്ഷലതാദികളും അതിൻ്റെ തോട്ടങ്ങളും ഒക്കെയുള്ള നല്ല തണലും, തൊട്ട് പുറകിൽ നല്ല ഒന്നാന്തരം ചാലക്കുടി പുഴ, അവിടെ ചൂണ്ടയിടുന്ന കുറേ ആൾക്കാർ, കളിക്കുന്ന കുറേ കുട്ടികൾ, അങ്ങനെ നല്ല ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ഇവിടെ ഉള്ള സമയം ആനന്ദിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നമ്മൾ മണിച്ചേട്ടൻ്റെ ഈ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ ഒരു സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.